ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. മുട്ടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ അവർക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ അടിപൊളിയൊരു ബീഫ് കറിൻ്റെ റെസിപ്പിയും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ട് ഞാൻ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുട്ട വെച്ചിട്ടാണ് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്നാക്സാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കാം. നമ്മളിപ്പോൾ 5 മുട്ട വെച്ചിട്ടാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 10 സ്നാക്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അത് മതി. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 5 മുട്ടയും കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. മുട്ട പുഴുങ്ങുമ്പോൾ കുക്കറിൽ വെച്ചുകൊണ്ട് പുഴുങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും ചെയ്യും. അതേപോലെ തന്നെ മുട്ടയൊന്നും പൊട്ടി പോകുന്നില്ല കേട്ടോ. പൊട്ടാതെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ചില സമയത്ത് കണ്ടിട്ടില്ലേ മുട്ട പുഴുങ്ങുന്ന സമയത്ത് എനിക്കുണ്ടാവലുണ്ട് കേട്ടോ. ആദ്യമൊക്കെ പാത്രത്തിൽ വെച്ചുകൊണ്ട് പുഴുങ്ങുന്ന സമയത്ത് അതിങ്ങനെ തിളക്കുമ്പോഴേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് ഒരു മുട്ടയെങ്കിലും പൊട്ടാതെ കിട്ടലില്ല. തന്നെ കുക്കറിൽ മുട്ട പുഴുങ്ങുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭമാണ്. അപ്പോൾ എന്തായാലും ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. വലിയ സവാള ആണെങ്കിൽ 1 സവാള മതി കേട്ടോ. അപ്പോൾ സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സവാളയൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ കത്തി കൊണ്ട് ആദ്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല എന്താ പറയുക കുഞ്ഞായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്നാക്സിക്ക് സവാള വേണ്ടത്. നമ്മളിത് വഴറ്റിയെടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സവാള കുറച്ച് ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഇനിയിപ്പോൾ കത്തി കൊണ്ട് അരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി കൊത്തി അരിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതാ ചോപ്പറിലിട്ടുകൊണ്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പറിലാവുമ്പം എളുപ്പമുണ്ട് കേട്ടോ. കത്തി കൊണ്ട് അരിഞ്ഞെടുക്കണക്കാട്ടിലും സുഖമാണ് ചോപ്പറിലാവുമ്പം. അങ്ങനെ ചോപ്പറിൻ്റെ എന്താ പറയുക മേലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അപ്പം തന്നെയാണ് കഴുകി വെച്ചും ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് വേണം. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ 1 പച്ചമുളകാട്ടോ എടുക്കുന്നത്. ഇതാ ഉണ്ടമുളകാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ കുറച്ച് മല്ലിയില ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതും ഞാൻ അരിഞ്ഞെടുത്തു. അതേപോലെ പച്ചമുളകും കഴുകി പച്ചമുളകും ഇതാ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിന് കേട്ടോ. കുക്കറൊക്കെ ഞാനൊരു വിസിലടിച്ച് ഓഫ് ചെയ്തേനും. പിന്നെ ഇതാ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പം മുട്ടയൊക്കെ നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മുട്ട പൊട്ടി പോകുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ മുട്ടൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതാ ഇതിങ്ങനെ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മഞ്ഞ ഭാഗം ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഒക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു മഞ്ഞ ഭാഗം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടൻ്റെ മഞ്ഞ ഭാഗം എടുക്കുമ്പം വെള്ള ഭാഗം പൊട്ടണത് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു വെള്ളം ഉണ്ടല്ലോ മുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്നാക്സ് റെഡിയാക്കി എടുക്കുക. ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതാ മുട്ടൻ്റെ മഞ്ഞയൊക്കെ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ ഒരു സവാള ഉണ്ടല്ലോ അതേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി. പിന്നെ അതാ ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കായം നമ്മുടെ കുടുംബശ്രീൻ്റെ ഉൽപ്പന്നമാണ് കേട്ടോ. ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ്. ഞാൻ നല്ല സാമ്പാർ പൗഡർ കാണിച്ചു തന്നില്ലേ, അതേപോലെ കുറുമ മസാലയൊക്കെ അത് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ഈ ഒരു കായം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് കായം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കായം ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലക്ക്. അപ്പോൾ കുറച്ച് മതി, ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി, അധികമായിട്ട് വേണ്ട. എന്നിട്ട് ഇത് അതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സവാള നമ്മൾ വഴറ്റിയെടുക്കുകയൊന്നും ചെയ്യണില്ല കേട്ടോ. ഇതുപോലെ പിന്നെ കൈ കൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 5 മുട്ട വെച്ചല്ലേ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 10 സ്നാക്സ് ഉണ്ടാവും കേട്ടോ. മുട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ 10 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 മുട്ട വെച്ചാണ് സ്നാക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ. വലിയ സവാള ആണെങ്കിൽ 1 സവാള എടുത്താൽ മതി, ചെറിയ സവാള ആണെങ്കിൽ 2 സവാള എടുക്കുക. അപ്പോൾ അതാ നമുക്ക് കറക്റ്റ് 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ടൻ്റെ വെള്ളൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ ഈ ഒരു മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മാവ് വേണം കേട്ടോ. ഇതിന് മൈദ വെച്ചിട്ടാണ് ഞാൻ മാവ് റെഡിയാക്കി എടുക്കുന്നത്. മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, ഈ ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ ഈ ഒരു ബോൾസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്നിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒക്കെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവും കൂടെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസാവണ്ട കേട്ടോ. അതേപോലെ നല്ല കട്ടിയും വേണ്ട. നമുക്ക് നമ്മളുണ്ടാക്കിയ ആ ഒരു സ്നാക്സ് ഇതിലിട്ടിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിന്. ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് അതേപോലെ ഓരോന്നും ഈ ഒരു മാവിൽ മുക്കിയിട്ട് സ്പൂൺ കൊണ്ട് കോരിയിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതേ മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. നമ്മൾ ചൂടുള്ള എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കണ കാണാം. അപ്പോൾ ഇതുപോലെ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ലത്. എന്നാൽ ഇങ്ങനെ പൊട്ടുമ്പോൾ എണ്ണ മേത്തേക്ക് തെറിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. എപ്പോഴൊന്നുമില്ല കേട്ടോ, ചില സമയത്ത് ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ, ഈ ചൂടുള്ള എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പൊരിയണ കാണാം കേട്ടോ. അപ്പോൾ ചൂടുള്ള എണ്ണ അല്ലേ മേത്തേക്ക് ഇടയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ പൊള്ളും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ കണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തെറിക്കൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്ത സമയത്താട്ടോ അങ്ങനെ ആ ഒരു പൊട്ടിത്തെറിക്കുന്നത് വന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല ഇനി. അപ്പോൾ ഒരു ഭാഗം വന്നപ്പം പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേനി. ഇനി ഇതാ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കളർ മാറി വന്നതിന് ശേഷം ഇതാ ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 3ഉം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ചൂടാറിയതിന് ശേഷം വേറെടുത്താൽ മതി. അപ്പോൾ ഇതാ ബാക്കിയുള്ള സ്നാക്സും ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ വെറുതെ ലെങ്ത്ത് കൂട്ടാണ്ടല്ലോ, അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ എണ്ണയിൽ മാവിൽ മുക്കണതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് സമയം മതി. ഒരു 10-15 മിനിറ്റിൽ തന്നെ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ട പുഴുങ്ങണ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചധികം വേണ്ടത്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര സമയമൊന്നും വേണ്ട. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ട കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ സ്നാക്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സ്നാക്സാണ്. അങ്ങനെ സ്നാക്സൊക്കെ റെഡിയായി. പിന്നെ അതാ കട്ടൻ ചായൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കണത്. 4 മണി ചായക്ക് ഉണ്ടാക്കിയതാണ് കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഓർക്കും തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ അത് കൊടുത്തപ്പോൾ. പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്കൊന്നും മല്ലിയില ഇടുന്നത് വലിയ ഇഷ്ടമല്ല. മല്ലിയില ഞാൻ അതുകൊണ്ടാണ് കേട്ടോ കുറച്ചിട്ടത്. അപ്പോൾ നിങ്ങളെ ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് പിന്നെ എന്താ പറയുക മല്ലിയിലിൻ്റെ അളവൊക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്യുക. ഇനി മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പിൻ്റെ അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി സ്കൂളിട്ടൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഇതാ ഞാൻ ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഇതേപോലെ അവർക്ക് ചായക്ക് കടി ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറ് കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും. അപ്പോൾ എന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ ഒരു സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ഒരു മൂഡ് വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾ ചായയൊക്കെ കുടിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്നാക്സ്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്
കുറച്ച് ബീഫുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വെച്ചാണ്ട് ഒരു അടിപൊളി കറിയല്ല, ഒരു ബീഫ് റോസ്റ്റ് രൂപത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം വേണ്ടേ, അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടോ ഞാൻ റെസിപ്പീസ് അധികം ഉൾപ്പെടുത്തുന്ന വീഡിയോയിൽ. നമ്മൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ട്, ചില കൂട്ടുകാരെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീഫിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ബീഫാണ് കേട്ടോ. അതിക്ക് ചെറിയ 2 സവാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബീഫ് കറിക്ക് ചേർക്കുന്ന മല്ലിപ്പൊടി ഒരു സ്പെഷ്യൽ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇത് നമ്മളെ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റാണ്. മസാല മല്ലിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മല്ലിപ്പൊടി ചേർക്കുമ്പോൾ പിന്നെ കുരുമുളക് പൊടി അതേപോലെ ഗരം മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് കറി ആണെങ്കിൽ ചിക്കൻ കറി ആണെങ്കിലൊക്കെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ പുതിയതൊരു പാക്കറ്റ് എടുത്തതേനി. അപ്പോൾ അത് ഞാൻ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് കറിക്കുള്ള മസാലപ്പൊടികൾ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ ബീഫല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഈ ഒരു മസാല ബോക്സത്തെ സ്പൂണ് ചെറിയ സ്പൂണാണ്. അപ്പോൾ അതിനൊരു 3 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ അടുപ്പ് പുറത്തല്ലേ, അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ഇങ്ങനെ വന്നെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ നമ്മൾ അകത്ത് അടുപ്പില്ല, നമുക്ക് പുറത്തല്ല അടുപ്പ്. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ കയറി വരേണ്ടി വരും. അപ്പോൾ ഒക്കെ എടുത്തു കൊണ്ടേ വെച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ കുക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ അത് അതിക്ക് ചെറിയൊരു സ്പൂണ് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നാടൻ മഞ്ഞളായതുകൊണ്ട് കളറ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ കറിക്ക് കളർ ഉണ്ടാവണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നുള്ളും കൂടെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ 1 സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കട്ടോ. പിന്നെ ബീഫ് വെക്കുമ്പോൾ മണ്ണിൻ്റെ ചട്ടിയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയി. കാരണം നമ്മൾ കുക്കറിൽ വെക്കുന്ന കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും മൺചട്ടിയിൽ വെക്കുമ്പോൾ. അപ്പോൾ നമുക്ക് മൺചട്ടി തന്നെ വെക്കട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അടുപ്പ് കത്തിച്ചെടുക്കുന്നുണ്ട്. അടുപ്പ് കത്തിക്കാൻ ഒരു പണിയില്ല കേട്ടോ, എളുപ്പം കത്തിക്കിട്ടും. ഓലക്കൊടി ഇതേപോലെ വെച്ചാണ്ട് കുറച്ച് ചുള്ളി വറകൊക്കെ മേലേക്ക് വെച്ച് കൊടുത്താൽ വേഗം അടുപ്പ് കത്തിക്കിട്ടും. അപ്പോൾ അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആദ്യം നമ്മൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഞാൻ വലിയ ചെറിയ ഉള്ളിയൊക്കെ ഒരു 2 പീസാക്കി കൊടുത്തിട്ടുള്ളൂ, ചെറുതാക്കിയൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിക്ക്. അപ്പോൾ നല്ലോണം അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ സവാള ഒന്നിങ്ങനെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ എടുത്തിട്ടുണ്ടതിനും അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഞാൻ കല്ലുപ്പ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തീ നല്ലോണം കൂടുതലാണെങ്കിൽ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. നല്ലോണം കത്തുന്ന വിറകുണ്ടെങ്കിൽ കുറച്ച് അടുപ്പിൽ നിന്നാണ് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളെ മസാലപ്പൊടികളൊന്നും കരിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളിയും അതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ മസാലകളൊക്കെ നല്ലോണം ഇതിൽ പിടിക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതൊക്കെ നല്ലത്. പിന്നെ ഇറച്ചി കല്ലക്കും. ചൂടുള്ള വെള്ളമാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്.
വെള്ളം ബീഫ് തന്നെ പൊടിഞ്ഞുണ്ടാവും. എന്നാലും നമ്മൾ പിന്നെ സവാളയൊക്കെ വഴറ്റിയിട്ടല്ലേ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക്. പച്ചക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതുകൊണ്ടാട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സവാളയും തക്കാളിയൊക്കെ പച്ചക്ക് ചേർക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ബീഫ് ഞാൻ വെന്തിട്ടാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത്. ഇളയ ബീഫായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീഫൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു കഷ്ണം എടുത്ത് നോക്കിട്ടോ. അപ്പോൾ വേവൊക്കെ പാകമാണ്. ഇനി കുറച്ച് നേരം കൂടെ അടുപ്പത്ത് കിടക്കണ്ടേ. അപ്പം നല്ലോണം അങ്ങോട്ട് ഓവറായിട്ട് വേവണ്ട. പിന്നെ ചീനച്ചട്ടിയിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഞാനിതിനി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് തൂമിക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ, ആ ഒരു ചട്ടി കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇങ്ങനത്തെ ബീഫൊക്കെ തൂമിച്ചെടുക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആ കനലിൽ ഇങ്ങനെ കിടക്കൂലേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു ബീഫിന്. അപ്പോൾ ചീനച്ചട്ടി ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിന്. പിന്നെ അത് അവിടെ വന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുന്നേ വീഡിയോയിൽ കാണിച്ച കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അത് നല്ല ഫ്രഷ് ആയിട്ടാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒരു പ്ലേറ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചീനച്ചട്ടിക്ക് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി ചെറിയുള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ തീ ഇങ്ങനെ കത്തണമെന്നില്ല കേട്ടോ. ഇനി തീ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കനലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി കേട്ടോ. ബീഫ് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കട്ടോ. നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ബീഫ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാത്തിനും നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതാ ഒരു പ്ലേറ്റിക്ക് ഇത് വിളമ്പണുണ്ട്. അപ്പോൾ ഇനി ബീഫൊക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതുപോലെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരോടാട്ടോ ഞാൻ പറയണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തതുകൊണ്ട് ഇടയ്ക്ക് ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കടിക്കുമല്ലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആരുടെ മുന്നിലും നമുക്ക് ധൈര്യമായിട്ട് വെച്ച് കൊടുക്കുക. ആരും കുറ്റം പറയില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.